ഞാനിപ്പോൾ നിൽക്കുന്നത് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. എൻ്റെ കൂടെയുള്ളത് ഹലീമയാണ്. ഹലീമ ഇവിടെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഹലീമയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. എന്തുണ്ട് മോളെ വിശേഷം? സുഖമായിരിക്കുന്നു. എങ്ങനെയാണ് മോളെ സമർക്കണ്ട് എന്നുള്ളൊരു കോളേജും ആ സിറ്റിയൊക്കെ ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പിന്നെ നമ്മുടെ കൂടെ ഒരു ഡേവിഡ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെ കഴിഞ്ഞറിയാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ ഉസ്ബെക്കിൽ തന്നെ ഒരു മോസ്റ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് പഴയ യൂണിവേഴ്സിറ്റി ആണല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്നെ ചൂസ് ചെയ്തു. പിന്നെ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വന്നപ്പോഴത്തേന് നമ്മൾ കുറേ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ മലയാളി ടീംസിനെ കിട്ടി. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ആ ടൈം നമ്മൾ ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവിടെ കുറേ എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോയായിരുന്നു, എല്ലായിടും കണ്ട്. പിന്നെ ഒരുപാട് നല്ല പ്ലേസ് ഉണ്ടല്ലേ ഇവിടെ കാണാനായിട്ട്. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നത് ഒരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ് കാര്യങ്ങൾ? നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു? ആദ്യം ഈ എന്താ പറയുക വിന്റർ ടൈം തുടങ്ങിയ ടൈമിലൊക്കെ നല്ല ഇതായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു മഴയും തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? ഇപ്പൊ ഞാൻ ജാക്കറ്റ് ഇട്ട് നിൽക്കാം, മോള് കൂളായിട്ട് നിൽക്കാം. ഇപ്പൊ നമ്മള് എത്ര തണുപ്പായ ഒരുവിധം തണുപ്പത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇറങ്ങാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ് ഒക്കെ നല്ലോണൊക്കെ പോകുന്നു. ഇന്ത്യൻ ഫാക്കൽറ്റി ഒക്കെ അവൈലബിൾ ആണ്? ഒരുപാട് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്, മലയാളീസ് തന്നെ കുറെ പേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഹാപ്പി ആണല്ലേ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് മെസ്സ്, ഹോസ്റ്റൽ കാര്യങ്ങൾ? ഹോസ്റ്റലിൽ എത്ര പേരാ ഉള്ളത് ഒരു റൂമിലൊക്കെ? നമ്മൾ ഒരു റൂമില് 4 ഷെയറിംഗ് ഉണ്ട്, 3 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ 4 ഷെയറിംഗിലാണ്. പിന്നെ ഇവിടെ മെസ്സൊക്കെ നല്ല ഫുഡൊക്കെയാണ്. എങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ അവൈലബിൾ ആണ്? ഇന്ത്യൻ ഫുഡൊക്കെ തന്നെയാണ്. നോൺ വെജ് വെജും ഉണ്ട്, അത്യാവശ്യം ചിക്കൻ എല്ലാം കിട്ടുന്നുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ആയിരിക്കും? നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ലോക്കൽസിന്റെ ഒക്കെ ഒരു ഇതെങ്ങനെയായിരുന്നു മോളെ നിങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ? നമ്മള് ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേന് തന്നെ അവർക്ക് ഭയങ്കര കാര്യം, അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കും. നമുക്കൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ അവർക്ക്. ഇന്ത്യൻസ് ഹിന്ദുസ്ഥാൻ എന്നാ ചോദിക്കുന്നത്, ഹിന്ദുസ്ഥാൻ ഒരു പാകിസ്ഥാൻ. ഇപ്പൊ നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് ഓരോ ആക്ടേഴ്സിന്റെ ഒക്കെ പേരൊക്കെ ഇങ്ങനെ ചോദിക്കും, അറിയാവുന്ന. നമ്മളറിയാം നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടൊക്കെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ പുറത്തൊക്കെ പോയ സമയം അങ്ങനെയായിരുന്നു. ഭയങ്കര എന്താ പറയാ, വന്ന് ഫോട്ടോ എടുക്കുന്ന, കുഞ്ഞുങ്ങളെ കൊണ്ട് തന്ന് ഫോട്ടോ എടുക്കുന്ന, അങ്ങനെയൊക്കെ ഒരു നമ്മൾ ഒരു ദിവസം ഇവിടെ ട്രഡീഷണൽ ഒക്കെ ഇട്ട് രജിസ്റ്റർ പോയപ്പോഴും നമ്മളൊക്കെ എല്ലാരും പിടിച്ചിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണല്ലേ. പിന്നെ ടോട്ടലി എന്താണ് സമർക്കണ്ടിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ കോളേജ് ആയാലും അതുപോലെ തന്നെ സിറ്റി ആയാലും എങ്ങനെ? എല്ലാം ഇഷ്ടപ്പെട്ടു നമുക്ക് അത്യാവശ്യം. പിന്നെ വന്ന സമയം വീട്ടിൽ നിന്ന് മാറിയതിൻ്റെ ഒരു വശം വരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടി, എല്ലായിടും കാണാൻ പോയി. പിന്നെ യൂണിവേഴ്സിറ്റി ആയാലും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് 2-3 ക്യാമ്പസ് അല്ലാതെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പൊ നാട്ടിലായാലും ഓണം, ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഇതും നമ്മൾ ഹോസ്റ്റലിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അല്ലാത്ത സെലിബ്രേഷൻസും നമുക്ക് ഇവിടെ പ്രോഗ്രാം ഒക്കെ കാണാം, അതിനൊക്കെ നമ്മൾ പോകാറുണ്ട്. ന്യൂ ഇയറിന് ഇവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്, അതിനൊക്കെ പോയായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കോളേജ് ലൈഫ് എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ ഒരു മലയാളി കുട്ടി മോളുടെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് സമർക്കണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചേച്ചി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? സമർക്കണ്ട് അടിപൊളിയാന്ന് ഞാൻ പറയാം. അടിപൊളിയാണ്. ഇപ്പോൾ 100% ഓക്കെയാണ്. മോള് നല്ലവണ്ണം കോൺഫിഡൻ്റ് ആയിട്ടാണ് സമർക്കണ്ടിനെ കുറിച്ച് പറഞ്ഞത്. നല്ലൊരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം സമർക്കണ്ടിന് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.